ഹായ് ഗൈസ്, വെൽക്കം ടു മല്ലു ടേസ്റ്റി. നമ്മൾ ഇന്ന് പോകുന്നത് ഒരു യാത്രയാണ്. അതെ, ഒരു വീട്ടിലേക്ക്, ഒരു വീട്ടിലെ ഊണ്. ഇത് നമ്മുടെ സെന്റ് ജൂഡ് പള്ളിയുടെ ഫ്രണ്ട് വശത്ത് നിന്ന് കുറച്ച് അകത്തോട്ട് കയറിയാണ് ഈ വീട്ടിലെ ഊണ് കിട്ടുന്നത്. സ്പോട്ടും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. ഇതാണ് ആ പോകുന്ന വഴി. ആ നേരെ കാണുന്ന വീടാണ് നമ്മുടെ വീട്ടിലെ ഊണ്. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഈ അടുത്തിടെ ഇവിടെ കഴിക്കാൻ വന്നത്. അന്നേരം എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അപ്പം എല്ലാവർക്കും വീട്ടിലെ ഊണിലേക്ക് സ്വാഗതം. ഇതാണ് അവിടുത്തെ കറികളും ചോറും ഒക്കെ. സംഭവം ഇതൊന്നുമല്ല ഹൈലൈറ്റ്. നല്ല ഒരു വീട്ടിൻ്റെ ഫ്രണ്ട് വശത്തിരുന്ന് നല്ല സുഖമായിട്ട് കഴിക്കാൻ കിട്ടുന്ന ഒരു ആംബിയൻസ് ആണ് ഇവിടെ. അവിടെ നല്ല മീൻചാറും ഇതുപോലെ നല്ല സാമ്പാറും പപ്പടവും ഇത്തിരി കൂട്ടുകറികളൊക്കെ ഉണ്ട്. അങ്ങനെ പപ്പടവും മീൻചാറുമായിട്ട് നമുക്ക് കഴിക്കാം. അതിൻ്റെ കൂടെ ലേശം സാമ്പാറും കൂടെ മിക്സ് ചെയ്യാം. സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് അവിടുത്തെ ആംബിയൻസ്, കറികളൊക്കെ കൊള്ളാം. നമുക്ക് സ്വന്തം വീട്ടിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു രുചിയും ആ ഒരു സമാധാനമൊക്കെ ഇവിടെ ഇരുന്നാൽ കഴിച്ചാൽ കിട്ടും. അപ്പം ഇങ്ങനെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ സ്പോട്ട് ഒരു കിടില ഐറ്റം ആയിരിക്കും. അതോടൊപ്പം തന്നെ ഞാൻ അവിടെ നിന്ന് ഒരു സ്പെഷ്യൽ വാങ്ങിച്ചു. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പോരാ, ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ ഐറ്റം നല്ല ബീഫ് ഫ്രൈ. ഇതിൻ്റെ മസാലയും ആ ബീഫും ഒരു രക്ഷയില്ല കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഐറ്റം. ഈ ഒരു കഷ്ണം ബീഫും അതിൻ്റെ കൂടെ എങ്ങനെ പോയാലും ഒരു 2 ഉരുള ചോറ് സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് ഇവിടുത്തെ ബീഫ്. നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല എന്താ പറയുക, നല്ല സ്ലോ കുക്ക് ചെയ്തെന്നൊക്കെ വേണമെങ്കിൽ പറയാം. നാടൻ ഐറ്റം. അപ്പോൾ ആ ബീഫും ചോറും ഞാൻ കഴിച്ചു. ബീഫിന് തേങ്ങാക്കൊത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ സ്പോട്ട് മറക്കണ്ട, നമ്മുടെ വീട്ടിലെ ഊണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും വരിക. എല്ലാവർക്കും കഴിക്കാനുള്ള ഊണും കാര്യങ്ങളും ഉണ്ട്. ഒരു ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് പോകാം. അപ്പോൾ എനിക്ക് ഈ സ്പോട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും വരിക, ട്രൈ ചെയ്യുക. ഇതാണ് വഴി. വഴിയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എവിടുന്നാണ് എൻട്രി ചെയ്യേണ്ടതെന്നുള്ളത്. ഇങ്ങനൊരു യാത്ര കുറച്ച് നാളെ ആഗ്രഹിക്കുന്നു. കാരണം നല്ല പീസ്ഫുള്ളായിട്ടൊരു സ്ഥലത്ത് നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് ഇതുപോലെ പോകാൻ കിട്ടുന്നൊരു അവസരം അത് വല്ലപ്പോഴേ ഉള്ളൂ, അല്ലേ? അപ്പോൾ വീണ്ടും ഒരുപാട് നല്ല ഊണ് കിട്ടുന്ന സ്പോട്ടുകൾ കണ്ടുപിടിക്കാൻ പറ്റട്ടെ എന്ന് മല്ലു ടേസ്റ്റി സ്വയമേ ആശംസിക്കുന്നു. അപ്പം നമുക്ക് ഇവിടുന്ന് പോകാം. ഇതാണ് നമ്മുടെ സ്പോട്ടിൻ്റെ എൻട്രി. അപ്പം നിങ്ങൾക്ക് സ്ഥലം ഏകദേശം മനസ്സിലായി കാണും. നമ്മുടെ സ്റ്റേഡിയത്തിലോട്ട് പോകുന്ന വഴി തന്നെ. അപ്പം ഹോംലി ഫുഡ്, അതായത് വീട്ടിലെ ഊണ്. ഗുഡ് ബൈ ഫ്രം മല്ലു ടേസ്റ്റി. ഹാവ് എ നൈസ് ഡേ.